ഹായ് ഹലോ നമസ്കാരം. സജീന വ്ളോഗ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോയും ഈ ചാനലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതല്ല ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ആ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, കമൻറ്റ്, ഷെയറും ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇന്ന് എൻ്റെ സംസാരത്തിൽ എന്തെങ്കിലും വ്യത്യാസമുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ട്, ചെറിയൊരു വ്യത്യാസമുണ്ട്. ഞാനൊന്ന് വേലി കെട്ടി പല്ലിന്. ഇതുള്ളതാണ് കേട്ടോ, ഞാൻ നൈറ്റിൽ കിടക്കാൻ സമയത്ത് മാത്രമേ വയ്ക്കത്തുള്ളായിരുന്നു. അപ്പോൾ അത് ഞാൻ എടുത്ത് വെച്ച്. അപ്പോൾ ഇന്ന് ഞാൻ മെൻഷൻ ചെയ്ത് വീഡിയോ ഇടാൻ വന്നിരിക്കുന്നത്, ഞാൻ ഒരുപാട് നാളായിട്ട് ഞാൻ ഒത്തിരി നാൾ കൊണ്ട് ഡാനി സത്യൻ എന്ന് പറയുന്ന ഒരു ബ്ലോഗറുടെ ഞാൻ എതിർ വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ നാൾ കൊണ്ട് ഒന്നും ചെയ്യുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു കാര്യം പറയണം, ഈ രേണു സുധിയെ മാത്രം കണ്ടന്റ് ആക്കിക്കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയല്ല. എന്നാൽ അതിനകത്ത് മിക്കതും രേണു സുധിയുടെ വീഡിയോ തന്നെയാണ്. കുറച്ച് വീഡിയോയ്ക്കൊക്കെ ഞാൻ മെൻഷൻ ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരുപാട് നാൾ കൊണ്ട് മെൻഷൻ ചെയ്ത് വീഡിയോ ഒന്നും ഇടാതിരുന്നതാണ്. അപ്പം ഇന്ന് പുതിയൊരു വീഡിയോ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ പഴയ കാര്യങ്ങളാണ് പുതിയ രൂപത്തിൽ അവതരിപ്പിക്കപ്പെട്ടത്. അത് ഒന്ന് ഡാനി സത്യനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരണമെന്ന് തോന്നിയിട്ട് തന്നെയാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ഇടുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യമായിട്ട് ഈ ഒരു ഇൻ്റർവ്യൂ ചാനലിൽ വന്ന വാർത്ത മെൻഷൻ ചെയ്താണ് ഡാനി സത്യൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ചെറിയൊരു ഭാഗം ഒന്ന് കണ്ടു നോക്കാം. കഴിക്കട്ടെ എന്നെ വിട്ടിട്ട്. ഈ അതിലെന്ന് പറയുന്ന ഒരുത്തനുണ്ട്, അവനാണെങ്കിൽ അവൻ എന്തൊക്കെയാ പറയുന്നത് അവൻ തന്നെ അറിയത്തില്ല. മൈൽ സ്ട്രീം മേക്കേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഇന്റർവ്യൂ ചാനലാണത്. അതിനകത്ത് 2 ദിവസത്തിന് മുമ്പേ അപ്ലോഡ് ആയ ഒരു വീഡിയോ ആണത്. പക്ഷേ ഇത് നിങ്ങൾക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വീഡിയോ എത്രയോ മാസങ്ങൾക്ക് മുമ്പ് രേണു സുധി കൊടുത്ത ഇന്റർവ്യൂ ആണ്. ഇവരെന്തുകൊണ്ട് ഈ ഒരു ഇന്റർവ്യൂ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് ഇപ്പം എടുത്ത് പുറത്തിട്ട്? അതിൻ്റെ തമ്പനയിൽ തന്നെ കണ്ടോ? തമ്പനയിൽ കാണുമ്പോൾ ആൾക്കാർ കയറി നോക്കും. അപ്പം അത് കണ്ടിട്ട് പോലും ഡാനി സത്യനെ പോലുള്ള ഒരാൾക്ക് മനസ്സിലായില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്കൊരു വിഷമമുണ്ട്. ഇത് പഴയ സാധനമാണ് എന്ന് ചിന്തിക്കാൻ പോലും ഡാനി സത്യന് തോന്നിയില്ലല്ലോ. അതിനെതിരെ നമ്മൾ ഒരു പരാതി കൊടുക്കുന്നതിന് മുന്നേ ഉള്ള ഒരു വീഡിയോ ആണ് അത്, ആ ഒരു ഇന്റർവ്യൂ ആണ് അത്. അപ്പം എന്തായാലും ബാക്കി ഈ വീഡിയോ കൂടെ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, അതുൽ വ്ളോഗ് സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. എത്ര ഗൗരവമായിട്ടുള്ള ഒരു വിഷയമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ബിഗ് ബോസിന്റെ റിവ്യൂയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മളിത് ശ്രദ്ധിക്കാതെ വിട്ടുപോയി. എനിക്കൊരു പെൺകുട്ടി ഇത് അയച്ചു തരുന്നത്, അയച്ച കുട്ടി തന്നെ ഉത്തരം കൊടുക്കാം. ഇരുന്ന് ആലോചിക്കുക, മറ്റു ക്ലിപ്പോ കാര്യങ്ങളൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നമുക്കറിയാലോ, നമ്മൾ 1ാം ക്ലാസ് തന്നെ ഒരു 10 വട്ടം പഠിച്ചു കഴിഞ്ഞാൽ അറിയാലോ, 10 വർഷം പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും. അതുപോലെയാണ് ഈ ഒരു കേസ് കേട്ട്. അത് ശരിയാ ഡാനി. കാരണം എന്ന് പറഞ്ഞാൽ കണ്ടന്റ് രേണു സുധി ആണെങ്കിൽ അതിനകത്ത് കൂടുതൽ കട്ട് ചെയ്യണ്ട, കൂടുതൽ റിസ്ക് എടുക്കണ്ട, ഉത്തരങ്ങൾ പെട്ടെന്ന് പറയാൻ പറ്റുന്നത് ഒരു വാസ്തവം തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു വീഡിയോ തന്നെ എടുത്തിട്ട് തലങ്ങും വിലങ്ങും മറിച്ചും തിരിച്ചും ഒക്കെ എടുത്തിട്ട് നമുക്കങ്ങ് ചെയ്യാവുന്നതേ ഉള്ളു. പിന്നെ ഡാനി പറഞ്ഞ വേറൊരു കാര്യം സത്യമാണ്. നമ്മൾ ഈ 1ാം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ തന്നെ 10 വർഷം അടുപ്പിച്ച് ഇങ്ങോട്ട് പഠിച്ചാലും അതിൻ്റെ കണ്ടന്റും ഒന്നാണ്, സിലബസും ഒന്നാണ്. അത് കറക്റ്റായ കാര്യമാണ്. കാരണം ഈ ഒരു കാര്യം അത് ഈ പറഞ്ഞത് അതിൽ പിന്നെ ഡാനിയും കൂടെ ഒന്ന് മനസ്സിലാക്കണം. കാരണം ഒരു കാര്യം തന്നെയാണ് നമ്മൾ അന്ന് തൊട്ട് ഇന്നീ നിമിഷം വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നും കൂടി മനസ്സിലാക്കണം. പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾ ആവുമ്പോൾ ഈ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിപ്പിച്ച അധ്യാപകരും അതിൻ്റെ പ്രിൻസിപ്പളും നടത്തിപ്പുകാരും സിലബസ് പുതിയതായിട്ട് ഉണ്ടാക്കിയത് നിങ്ങൾ തന്നെ ആകുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരു റിസ്ക്കും ഇല്ല ഈ കണ്ടന്റ് എടുത്തിട്ട് പെരുമാറാൻ. ഈ ചാനലിൽ തന്നെ ഈ ഒരു വീഡിയോ ഇട്ടപ്പോൾ തന്നെ കണ്ട് കുറച്ച് ആൾക്കാരെ കണ്ടിട്ടുള്ളൂ. 1000 പേരെ കണ്ട് 19-12 മണിക്കൂറില ഒരു ഈച്ച പോലും കണ്ടില്ല. ഉള്ള കാര്യം തുറന്നു പറയാലോ. അത് ശരിയാണ് ഡാനി. കാരണം എന്ന് പറഞ്ഞാൽ ആ ഇന്റർവ്യൂവിന് അധികം വ്യൂ ഇല്ലാത്തതിന്റെ കാര്യം എന്താണെന്നറിയാവോ? അത് വളരെ വളരെ പഴയ ഒരു ഇന്റർവ്യൂ ആണ്. പുതുതായിട്ട് ഒരു പൊട്ടും കുത്തി കണ്ണും എഴുതി വാലിട്ട് പുതിയൊരു ഉടുപ്പും എടുത്തു കൊടുത്ത് പുതിയൊരു തമ്പനയിലും ആക്കി കഴിച്ചെന്നും പറഞ്ഞുകൊണ്ട് അതിനകത്തുള്ള വിഷയം അത് പുതിയതാവുന്നില്ല. ഇത് വളരെ പഴയ ഇന്റർവ്യൂ ആണ്. കാരണം അതുലിനെതിരെ കേസ് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് അങ്ങോട്ട് കൊടുത്ത ഇന്റർവ്യൂ ആണത്. അത് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്കത് വിശ്വാസമാകുന്നില്ലെങ്കിൽ അതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ അതിൻ്റെ അവകാശി തന്നെ പറഞ്ഞു തന്നാൽ നിങ്ങൾ വിശ്വസിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു വോയിസ് റെക്കോർഡ് ഒന്ന് കേട്ടു നോക്കാം. ഹലോ രേണു, എന്നെ ചേച്ചി. ഹലോ, ഇപ്പോഴേ ഒരു 2 ദിവസത്തിന് മുമ്പേ മൈൽസ് മേക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാനലിൽ ഒരു ഇന്റർവ്യൂ രമ്യ ചേച്ചി. ആ രമ്യ എന്ന് പറഞ്ഞ പുള്ളിക്കാരി ആങ്കർ ആയിട്ടുള്ളതാണോ? അതെ അതെ ചേച്ചി. അത് ഞാൻ ബിഗ് ബോസിൽ നിന്ന് വന്നിട്ടൊന്നും കൊടുത്തല്ല. അത് എനിക്ക് തോന്നുന്നു 3-4 മാസം മുന്നേ കൊടുത്താണ്. അതുപോലെ ഞാൻ ബിഗ് ബോസിൽ നിന്ന് വന്നിട്ട് 2 ചാനലിലെ ഞാൻ ഇന്റർവ്യൂ കൊടുത്തിട്ടുള്ളൂ. മെയിൻ സ്ട്രീം 1-നും
വെറൈറ്റി മീഡിയക്ക്. വേറെ ആർക്കും ഞാൻ ഇന്റർവ്യൂ കൊടുത്തിട്ടില്ല, ഇപ്പൊ കൊടുക്കുന്നില്ല ചേച്ചി. ഓക്കെ. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇപ്പം ഇതിന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഡാനി സത്യൻ എന്ന് പറയുന്ന, അവനും വേറെ ഞാൻ കേട്ടിട്ടുണ്ട് ചേച്ചി, കേട്ടിട്ടുണ്ട്. ഇത് എടുത്ത് വെച്ച് ഇപ്പൊ മെൻഷൻ ചെയ്തു. കാരണം അതിനെതിരെ നീ വീണ്ടും രംഗത്ത് ഇറങ്ങി എന്നുള്ളൊരു എനിക്കതിന് ആവശ്യമില്ല ചേച്ചി. എനിക്കിപ്പോ ആർക്കെതിരെ രംഗത്ത് വരാൻ ആവശ്യമില്ല. ഞാൻ എന്നെ പറ്റി ഈ പറയുന്നവർക്കെതിരെ ഒന്നും ഞാൻ വരാൻ എനിക്ക് താല്പര്യമില്ല. ഇപ്പൊ ഞാൻ നല്ല തിരക്കില്ല ചേച്ചി, അതുകൊണ്ടാണ് ഞാൻ അവർക്ക് മെൻഷൻ ചെയ്തൊരു വീഡിയോ ഇടുന്നുണ്ട്. അതൊന്ന് ക്ലാരിറ്റി ചെയ്യാൻ വേണ്ടിയിട്ടാണ് രേണുവിനെ. ഓക്കെ ചേച്ചി. ഇപ്പൊ മനസ്സിലായല്ലോ. ഞാൻ ഈ വീഡിയോ ഇടുന്നതിന് ഞാൻ പറഞ്ഞു, ഞാൻ ഈ വീഡിയോ ഇടുന്നതിന് എല്ലാത്തിനും ഒരു റീസൺ ഉണ്ട്. ഞാൻ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞും കേട്ടും മനസ്സിലാക്കി മാത്രമേ ഞാൻ ഒരു വീഡിയോ ഇടത്തുള്ളൂ. അപ്പൊ ഈ വീഡിയോ ഇടുന്നതിന് മുമ്പ് ആ ഇന്റർവ്യൂ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് പഴയ ബീഞ്ഞാണെന്നുള്ളത്. കാരണം എന്താന്ന് വെച്ചാൽ ബിഗ് ബോസിലെ ഒരു കാര്യം ചോദിക്കുന്നില്ല, പിന്നെ പഴയ അനുമോളുടെ കാര്യങ്ങൾ പഴയതാണ് സംസാരിക്കുന്നത്. എന്നിട്ട് ഡാനി പോലൊരാൾക്കത് മനസ്സിലായില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അത്ഭുതം തോന്നുക. എന്താ ഡാനി ഇത്? ഡാനി ഒന്ന് ശ്രദ്ധിച്ചിട്ടൊക്കെ വേണ്ടേ ചെയ്യാൻ? ഇത് പഴയതാണ്. അതുലിനെതിരെ കേസ് കൊടുക്കുന്നതിന് മുമ്പുള്ളതാ. അത് കഴിഞ്ഞിട്ടല്ലേ ഇപ്പൊ എഫ്ഐആറും ബാക്കി കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അതുലിന് അത് മുന്നേ ഉള്ള അതിനുശേഷം നിങ്ങൾ അതിനുള്ള റിയാക്ഷൻ വീഡിയോ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വീഡിയോകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ട്. ഇത് പഴയതാണ്. ഇപ്പോഴും അതിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു എന്ന് കരുതിയാണ് ഡാനി സത്യൻ ഈ വീഡിയോ ഇട്ടതെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. അല്ല ഡാനി, ഇത് പഴയതാണ്. ഡാനി കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഓക്കെ. ഇപ്പൊ രേണുസുതി എന്ന് പറഞ്ഞ മന്മരും ഇപ്പൊ താഴോട്ട് വീണിട്ടുണ്ട്. ഉള്ള കാര്യം പറയാലോ. ഇനി ഒരു 3 മാസം അതിന്റെ അപ്പുറം ഇവര് കാണൂല. നിങ്ങൾ കണ്ടോ സോഷ്യൽ മീഡിയയില ഇവർ ഇപ്പൊ കളഞ്ഞ് അഹങ്കാരിക്കുന്ന ഈ അഹങ്കാര സംസാരവും അത് നിന്നോളും, ഉറപ്പായിട്ടും നിന്നോളും. നിൽക്കണം, ഉറപ്പായിട്ട് നിൽക്കണം. അത് തന്നെയാണ് എൻ്റെ ആഗ്രഹവും. ഇത് നെഞ്ചി തട്ടി ആത്മാർത്ഥമായിട്ടാണ് പറയുന്നതെങ്കിൽ നിങ്ങളും രക്ഷപ്പെട്ടു, അവളും രക്ഷപ്പെട്ടു. പക്ഷേ അത് അങ്ങനെ അത്ര പ്രായോഗികമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം രേണുസുതി എന്ന് പറയുന്നത് നല്ലൊരു കണ്ടന്റ്. അത് പോസിറ്റീവിൽ എടുത്തിട്ട് പ്രയോഗിച്ചാലും നെഗറ്റീവിൽ എടുത്തിട്ട് പ്രയോഗിച്ചാലും ആ രേണുസുതി എന്ന് പറയുന്നത് വലിയൊരു കണ്ടന്റാണ്. അത് പറഞ്ഞു പോകാൻ എല്ലാവർക്കും പറ്റും, പക്ഷെ അത് പ്രാവർത്തികമാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ രേണുവിനെ കുറിച്ച് നെഗറ്റീവ് ഇടുന്നവർക്ക് ഒരു ഇച്ചിരി ഇടിവ് സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അതിന് കാരണം എന്താണെന്നറിയാമോ? ബിഗ് ബോസിൽ പോയതിന് ശേഷം രേണുവിൻ്റെ ഹേറ്റേഴ്സിൻ്റെ എല്ലാ ഹൃദയത്തിലേക്ക് അവൾക്കൊരു ചെറിയ സ്ഥാനം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് അവളുടെ ഏറ്റവും വലിയ വിജയം. ആ വിജയമാണ് നിങ്ങളുടെയൊക്കെ നെഗറ്റീവ് വീഡിയോകളുടെ ഇടിവ് സംഭവിക്കാനുള്ള കാരണം. ചേച്ചിയൊക്കെ ഈ ഒരു നിലയിലെത്താൻ കാരണം അവനും നമ്മളും ഒക്കെയാണ്. ചേച്ചി അത് ഓർമ്മ വേണം. ഡെയിലി നിങ്ങളുടെ ഓരോ രാവിലെ ഉച്ചയ്ക്കും 12 മണിക്കും രാത്രിയിലൊക്കെ ഓരോ വീഡിയോസും കാര്യം ഇടുന്നതൊക്കെ നമ്മളൊക്കെ തന്നെയാണ്. ബിഗ് ബോസ് വരെ എത്തിച്ചതും നമ്മൾ തന്നെയാണ്. അതെ, രേണു ഇന്ന് ഈ നിലയിൽ എത്തിയതിന് കാരണക്കാരൻ നിങ്ങളൊക്കെ തന്നെയാണ്. ആ ബിഗ് ബോസ് എന്ന മഹാ റിയാലിറ്റി ഷോയിലും എത്തിയത് നിങ്ങളൊക്കെ തന്നെയാണെന്ന് വാദിക്കുന്നു. നിങ്ങളൊക്കെ ചുമ്മാ ഇങ്ങനെ ഒരു നെഗറ്റീവ് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടിലെ ക്യാപ്സൂൾ കഴിക്കുന്ന കണക്ക് ഓരോരോ വീഡിയോ ഇട്ടത് കൊണ്ടാണ് അവൾ ഫേമസ് ആയതെന്നല്ലേ പറയുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴും അതിലൊരു നന്മ ഉണ്ടായിട്ടില്ല. എല്ലാ നെഗറ്റീവും അവരുടെ കുടുംബത്തിനെയും അവളെയും ഒരുപാട് ആക്ഷേപിച്ചു ഒക്കെയുള്ള വീഡിയോകളാണ് താങ്കൾ ഇട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പം അതിനെക്കുറിച്ച് പിന്നെ നമ്മൾ കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നെഗറ്റീവ് ഇട്ടപ്പോൾ ദൈവം വിചാരിച്ച് അവളെ ഒന്ന് പോസിറ്റീവ് ആക്കണം, അത്രേ ഉള്ളൂ. അപ്പം അതിലൊരു കരുതൽ നിങ്ങൾക്ക് ഉണ്ട്. ഓക്കെ, അത്രയാ, സമ്മതിക്കണം. നെഗറ്റീവ് ഉള്ളിടത്തല്ലേ പോസിറ്റീവ് വരൂ. അത് സത്യമാണ്. നിങ്ങൾ നെഗറ്റീവ് ഇട്ട് ദൈവം അത് പോസിറ്റീവ് ആക്കി കൊടുത്ത്, അത് തന്നെ കാര്യം. ബ്ലോഗറാണ്, റിയാക്ഷൻ വീഡിയോ ഇടുന്നതാണ്. മാന്യം മര്യാദക്കൊക്കെ ഇടണ്ടേ, ഒരു കഴമ്പുള്ളത് ഇടണ്ടേ. സുധിച്ചേട്ടനെ കൊന്ന് ബിഷപ്പുമായിട്ട് രേണുസുതിക്ക് ബന്ധം ഇവൻ ഇടുന്നതാ. ഒന്ന് തെളിയിക്കാവോ ചേച്ചി? എൻ്റെ ഡാനി, അതിലിട്ട വീഡിയോയുടെയൊക്കെ തമ്പനയിൽ ഞാൻ 2-3 എണ്ണത്തെ ഇവിടെ നിന്ന് കൊടുക്കാം, ഒന്ന് കണ്ടു നോക്കുക. അതിനകത്തുണ്ട് കാര്യങ്ങളൊക്കെ, അതിനകത്തുണ്ട്. രേണു ചുമ്മാതൊന്നും പറയുന്നതല്ല. എന്തായാലും ഞാൻ ഈ തമ്പനയിലൊക്കെ ഒന്ന് ഇട്ടുതരുന്നത് കണ്ടു നോക്ക്. ഇത് എനിക്കൊരു കാര്യം പറയേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കേസ് കൊടുക്കേണ്ടത് ഇവന് വേണ്ടിയല്ല. എൻ്റെ പൊന്ന് ഡാനി, ഈ അതുലിനെതിരെ കേസ് കൊടുത്തിരിക്കുന്നത് രേണുസുതി അല്ല 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 അല്ല. എത്ര പ്രാവശ്യം ഞാനിത് പറഞ്ഞു വന്ന്. അതുലിനെതിരെ കേസ് കൊടുത്തിരിക്കുന്നത് രേണുസുതി അല്ല എന്നുള്ളത് ഡാനിക്കും അതുലിനും അറിയാവുന്നത് പോലെ തന്നെ എനിക്കും അറിയാം. അതായത് എനിക്കറിയാവുന്ന പോലെ തന്നെ നിങ്ങൾക്ക് 2 പേർക്കും അറിയാം. രേണുവിനെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നോ നെവർ മൈൻഡ്, അതാണ് അവരുടെ ആറ്റിറ്റ്യൂഡ്. പക്ഷേ അത് അവരുടെ വീട്ടുകാരെ തൊട്ട് കളിച്ചപ്പോൾ മാത്രമാണ് രേണുസുതി റിയാക്ട് ചെയ്യാൻ തുടങ്ങിയത്. അത് എന്താണ് ആ കേസ് എന്നും അത് ആരാണ് കൊടുത്തതെന്നും ഡാനി സത്യൻ അറിയാമല്ലോ. പിന്നെ എങ്ങനെ ആ രേണുവിനെ കുറ്റം പറയാൻ പറ്റുന്നത്? രേണു അല്ല കേസ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്ന അതേ കുഞ്ഞുങ്ങൾ തന്നെ നിങ്ങളെ കുറിച്ച് പറഞ്ഞതും നമുക്ക് നല്ല രീതിയിൽ അറിയാം. എന്റെ ട്രോഫി സംബന്ധമായിട്ടുള്ള കാര്യമുണ്ടല്ലോ, ഈ കട്ടിലടി കയറ്റി വെച്ച വിഷയം, ആ വിഷയത്തില നിങ്ങളുടെ മകൻ തന്നെ ചില യൂട്യൂബേഴ്സിനോട് പറഞ്ഞ് ഞാൻ മനഃപൂർവ്വം അത് ഷൂട്ട് ചെയ്തതാണ്.
നിങ്ങളുടെ ഡാനി സത്യം പറയുമല്ലോ, ഞാൻ എല്ലാ കാര്യങ്ങളും തെളിവ് ഉൾപ്പെടെ പറയുന്ന ആളാണ്, എനിക്ക് എൻ്റെ കയ്യിൽ തെളിവുണ്ട്, എനിക്ക് വ്യക്തമാവുന്നതേ പറയുള്ളൂ എന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഈ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടല്ലോ, അത് ഏതോ വീഡിയോയിൽ കണ്ടെന്ന്, അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം, ആ പറയുന്നൊരു ഭാഗമെങ്കിലും ഡാനി സത്യന് ഇടാൻ പറ്റുമോ? കാരണം ഞങ്ങൾ ആരും ആ വീഡിയോ കണ്ടിട്ടില്ല. ഇപ്പോഴും രേണുസുധിയുടെ കൂടെ തന്നെയാണ് കിച്ചു എന്ന മോൻ. കാരണം അവർ കാണുന്നത് സംസാരിക്കുന്നതും ഒക്കെ ചെയ്യുന്നു. അതൊരു നെഗറ്റീവായിട്ട് ഇന്നുവരെ പുറത്ത് വന്നിട്ടില്ല. അങ്ങനെ ഡാനി സത്യം കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ഇട്ട് തന്നാൽ വളരെ ഉപകാരമായിരിക്കും, ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. പുച്ഛം, എനിക്ക് സത്യം പറയാലോ, ഇവരെ പുച്ഛം മാത്രമേ ഉള്ളല്ലോ എന്ന് ഓർക്കുമ്പോഴേ, ജീവിക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ ചെയ്യുന്നത്? അല്ല, ഇങ്ങനെ ചെയ്യുന്നത് ജീവിക്കാൻ വേണ്ടിയാണോ എന്ന് ആലോചിക്കുന്നത്. നമ്മൾ ഓരോ കാര്യങ്ങളും സത്യം അവൻ അത് കറക്റ്റായിട്ട് തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെ അവർക്ക് പണി കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ട് അവരോട് കേസ് കൊടുത്തത്. എടാ ഡാനി, ഒരു ഇച്ചിരെങ്കിലും നന്ദി വേണോടാ. ഒന്നുമില്ലെങ്കിലും അവളുടെ വീഡിയോസ് ഇട്ട് ഒരുപാട് റീച്ച് നേടിയിട്ടുള്ളവനല്ലേ നീ. നന്ദി വേണം അതിൽ ഡാനി, നന്ദി വേണം. എനിക്ക് അതിലേന്നാ എപ്പോഴും വായി വരുന്നത് കേട്ടാ. കാരണം നിങ്ങൾ രണ്ടുപേരും ചങ്കും അല്ലേ, അതുകൊണ്ടായിരിക്കാം കേട്ടോ. ഡാനി, ഒരു ഇച്ചിരെങ്കിലും നന്ദി കാണിക്കണം. അത്രയും റീച്ച് ഉണ്ടാക്കിയിട്ട് അവളോട് പുച്ഛമെന്ന്. പിന്നെ ഇതൊക്കെ കാണിച്ചു കൂട്ടും ജീവിക്കാൻ വേണ്ടിയിട്ട് തന്നെ. ഞാനായാലും താനായാലും രേണുസുധിയായാലും പിന്നെന്താ മരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നത്? ജീവിക്കാൻ വേണ്ടി തന്നെയാ. ഓരോരുത്തരുടെ തലയിൽ ദൈവം വിധിച്ചിട്ടുണ്ട്, വരച്ചിട്ടുണ്ട്. അതനുസരിച്ചേ നമുക്ക് ആ ഒഴുക്കിനനുസരിച്ചേ നമുക്ക് പോകാൻ പറ്റൂ ഡാനി. അത് ആരെക്കൊണ്ട് തടഞ്ഞു നിർത്താൻ പറ്റില്ല. പിന്നെ പറഞ്ഞല്ലോ, അതിൽ ഏതാണ്ടൊക്കെ സത്യങ്ങൾ കണ്ടുപിടിച്ച് സത്യങ്ങൾ പറഞ്ഞ് അതുകൊണ്ടാണ് ഇവർ കേസ് കൊടുത്തതെന്ന്. എൻ്റെ ഡാനി, എന്താണ് കേസിൻ്റെ കണ്ടന്റ് എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ വീണ്ടും അതെടുത്തിട്ട് പറയുന്നത് എന്തിനാ? അവരുടെ ചേച്ചിയുടെ ഒരു കാര്യത്തിലാണ് രേണുസുധിയുടെ ചേച്ചി കൊണ്ടുചെന്ന് കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുന്നത്. രേണുസുധി ഇന്ന് വരെ അതിനെതിരെ കേസ് കൊടുത്തിട്ടില്ല. കേസ് കൊടുത്തിരിക്കുന്നത് രേണുവിൻ്റെ ചേച്ചിയാണ്. ആ പിള്ളേർ വളർന്നു വരുമ്പോൾ നാളെ ഇപ്പം സ്കൂളുകളിലാണെങ്കിലും ഓരോരുത്തരും എല്ലാം ചോദിച്ചാലോ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ, ചില പിള്ളേരൊക്കെ ചോദിച്ചു പോയാലോ, അല്ല ഇന്ന പോലാണ്, അങ്ങനെയാണ്, മറ്റാണ്, ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അച്ചടാ, ഇങ്ങനത്തെ ചിന്തയൊക്കെ നിങ്ങൾക്കൊക്കെ ഉണ്ടാ? പിന്നെ നിങ്ങൾ ഇട്ടിരിക്കുന്ന വീഡിയോകളെല്ലാം പക്കാ പെർഫെക്റ്റ് ആയിട്ടുള്ളതാണല്ലോ. കുഞ്ഞുങ്ങൾ കണ്ടാലും അത് കുഴപ്പമില്ല എന്ന് തോന്നാൻ വേണ്ടി. എൻ്റെ പൊന്നു ഡാനി, ആർക്കും ഉപദേശിക്കാൻ എളുപ്പമാണ്, പക്ഷെ നമ്മുടെ പ്രവൃത്തിയിൽ അത് കൊണ്ടുവരാൻ ഭയങ്കര പാടാണ്. ഇതാണ് ഏറ്റവും വലിയ, നിങ്ങൾ ഇപ്പോഴും കടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് സുധിയുടെ പേരും പറഞ്ഞിട്ടല്ലേ. ആ സുധി മരിച്ചതിന് ശേഷം നിങ്ങൾ പ്രഗ്നന്റ് ആയെന്ന് പറഞ്ഞിട്ട് അത്രയും വലിയ ഒന്നും ഇല്ലല്ലോ. ഇത് കേൾക്കാനില്ല നിങ്ങളുടെ ലൈഫിൽ. അത് ആദ്യം തെളിയിക്കാൻ നോക്കാം. അത് കള്ളമാണ് പറയുന്നത് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾ തെളിയിക്കും. സുധി ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടില്ല എന്നാ ഞാൻ പറയും. ഇനി ഞാൻ കൂടുതൽ അതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ വരത്തില്ല. കാരണം നാണക്കേടായി, എനിക്ക് തന്നെ ഇത് സംസാരിക്കാൻ നാണക്കേടായി. കാരണം ഒരു എന്തോ പോലെ കൂടുതലൊന്നും പറയാതിരിക്കുന്നത് നല്ലത്. പറഞ്ഞാൽ നമ്മൾ നാറി നീയൊന്നും പറയുന്നില്ല, ആ ഒരു അവസ്ഥയാ. എന്റെ പൊന്നു ഡാനി, നിന്റെ ഈ എപ്പോഴും പരവേഷം കണ്ടാ തോന്നുമല്ലോ നീയാണ് അതിന്റെ ഉത്തരവാദിയെന്ന്. അതല്ലെങ്കിൽ പിന്നെ ഡാനിയുടെ വീട്ടിലുള്ള ആർക്കാൻ കണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന്. എന്തിനാ ഇത്ര ടെൻഷൻ? ഓരോരുത്തരും റീച്ചിന് വേണ്ടിയിട്ട് അവിടെ ഇവിടെ മറ്റേടത്തും ഒക്കെ കിടന്ന് കുരയ്ക്കും. അതിനൊക്കെ മറുപടി പറയാൻ പോകാൻ പറ്റുമോ നമുക്ക്? കുടത്തിന്റെ വാ മൂടി നമുക്ക് കെട്ടാൻ പറ്റും. ഒരു മനുഷ്യന്റെ വാ നമുക്ക് മൂടി കെട്ടാൻ പറ്റുമോ? പറ്റില്ല. അവർ കുരച്ചുകൊണ്ടേയിരിക്കും. പിന്നെ ഈ ഒരു അവിഹിത ഗർഭത്തെക്കുറിച്ച് ഒരു 2 ദിവസത്തിന് മുന്നേ ഞാനും രേണുവും കൂടെ ലൈവിൽ ഒരു വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് രേണുവിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവർ ചോദ്യം ചോദിച്ചപ്പോൾ രേണു അതിനൊരു ഉത്തരം കൊടുത്തിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത് ഇട്ടേക്കാം. ഡാനി കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുന്നത് നല്ലതായിരിക്കും. ഈ താത്തയ്ക്ക് വേറെ പണിയില്ല, നാണമില്ല ഇവർക്ക്, വേറെ ഒന്നുമില്ല. അബോഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നിയമരഹിതമാണ് അല്ലേ, കുറ്റകൃത്യമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മൾ ഇത് വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഉൾപ്പെടെ വരണം. തീർച്ചയായിട്ടും വരണം. കാരണം ഈ പറഞ്ഞ ഈ മറ്റേ ഹനാനോ പുള്ളിക്കാരിയുടെ വോയിസ്, പുള്ളിക്കാരിക്ക് ഒരു ഹോസ്പിറ്റലിന്റെ പേരൊക്കെ എടുത്തിട്ട് വെറുതെ പറയാൻ നാണമില്ലെന്നാണ് ഞാൻ എന്ത് പറയട്ടെ. ഇപ്പം ആണേലും അല്ലേലും ആ അബോഷൻ എന്നൊക്കെ പറയുന്നത് കുറ്റകൃത്യമാണ്. അത് രംഗത്ത് വരും. ചെയ്തവർക്ക് മാത്രമല്ല കുറ്റം, ഈ കൂടെ പോയവർ ഡോക്ടർമാർക്കും എല്ലാവർക്കും കുറ്റകൃത്യമാണ്. അത് ചുമ്മാ ആവശ്യമില്ല. നിങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ ആ ഒരു കാര്യത്തിനെ കുറിച്ച് രേണു എന്താ പ്രതികരിക്കാത്തത്? ഈ പറഞ്ഞാണ് ആരുടെ വാ മൂടി കെട്ടാൻ ഒരെണ്ണം വേണ്ടി കഴിഞ്ഞാൽ ഒരുത്തിനിട്ടാൽ അതിനുള്ള പ്രതികരിക്കുന്നില്ല. എടാ എനിക്ക് സൗകര്യമില്ല പ്രതികരിക്കാൻ, നിന്റെ മുന്നിൽ പ്രതികരിക്കാൻ സൗകര്യമില്ല എനിക്ക്. രേണുവിന് പറയുന്നത് ഇതൊക്കെ ഉള്ളു. കാരണം ഒരു പെണ്ണ് കേൾക്കാവുന്ന അപരാധത്തിന്റെ എക്സ്ട്രീമിലാണ് ഇപ്പൊ രേണു നിൽക്കുന്നത്. ഇനി ആർക്കും ഒന്നും വേറെ പറയാനും ഇല്ല, രേണു വേറെ ഒന്നും കേൾക്കാനും ഇല്ല. കാരണം ഒരു പെണ്ണിന് ഏതൊക്കെ രീതിയിലാണ് മോശം ഉണ്ടാവുന്നത്, ആ മോശങ്ങൾ മൊത്തം വന്ന് കഴിഞ്ഞ്. ഒരു കാര്യം ഞാനിവിടെ തീർത്തും പറയാം, സത്യം എന്ന് പറയുന്ന ഒരു സാധനം ആർക്കും അധിക നാള് മൂടി വെക്കാൻ പറ്റില്ല. അത് മറന്നേക്ക് പുറത്ത് വരിക തന്നെ ചെയ്യും. അതിന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. ഓക്കെ, നിങ്ങൾ സുധി ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടില്ല എന്നാ ഞാൻ പറയും. ഇനി ഞാൻ കൂടുതൽ അതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ വരത്തില്ല. കാരണം നാണക്കേടായി, എനിക്ക് തന്നെ ഇത് സംസാരിക്കാൻ നാണക്കേടായി. കാരണം ഒരു എന്തോ പോലെ. രേണു സുധിയെ സ്നേഹിച്ചിട്ടുണ്ടോ ഇല്ലയോ ഉള്ളതിന്റെ സർട്ടിഫിക്കറ്റ് ഡാനിയിൽ നിന്ന് കിട്ടിയിട്ട് വേണ്ട അവക്കിനി ജീവിക്കാൻ.
പിന്നെ ഡാനി ഇപ്പൊ ഈ പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ വളരെ നല്ലത്. അവരെ വഴിക്ക് വിട്, അവര് പോയി ജീവിച്ചോട്ടെ. നമ്മളിങ്ങനെ ചുമ്മാ എന്തിനാ ഇവിടെ ഇങ്ങനെ പുറവിനിങ്ങനെ നടക്കുന്നത്? അവൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുള്ള ഒരു വ്യക്തി തന്നെയാണ്, അവള് ജീവിച്ചോട്ടെ. പിന്നെ രേണുസുതി എന്ത് ചെയ്യുന്നു എന്ന് നോക്കി ഇങ്ങനെ പുറകെ പോകാതിരുന്നാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഇത്. പിന്നെ ഇതേ കണ്ടന്റ് തന്നെ എടുത്ത് വേറെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് അവൾക്ക് പ്രത്യേകിച്ച് എടുത്തിട്ട് ഒരു മെൻഷൻ ചെയ്ത് ഉണ്ടാക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നി. കാരണം ഇതിനകത്ത് തന്നെ റിപ്ലൈയും കൊടുക്കാം. അത് മറ്റാരുമല്ല, ഒരു അഴകിയ ലൈല, അവളൊരു സ്റ്റൈലാ. ആ ലൈല കുട്ടിക്ക് എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കേട്ട് നോക്കാം. വിഷു നമ്മുടെ അഴകിയ റാണി രേണുസുതിയെ കുറിച്ചാണ് നമുക്കിന്ന് പറയാനുള്ളത്. അതേപോലെ വേറൊരു അഴകിയ റാണി എടുത്താലും നിനക്ക് പ്രയോജനമൊന്നുമില്ലല്ലോ. പ്രയോജനം വേണമെങ്കിൽ രേണുസുതി എന്ന അഴകിയ ലൈല തന്നെ വേണ്ടേ? അഴകിയ റാണി തന്നെ വേണമല്ലോ. നീ പണം കേക്കട്ടെ ബാക്കി. അപ്പൊ ഫ്രണ്ട്സ്, ഇന്ന് വരാൻ കാരണം എന്ന് വെച്ചെങ്കിൽ രേണുസുതി ഈ അടുത്തിടെ 2-3 ഇന്റർവ്യൂസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇന്റർവ്യൂസിലൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ദഹിക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം. കുറച്ച് ഇഞ്ചി എടുത്ത് ചെറുതായിട്ടൊന്ന് ചതയ്ക്കണം. ചതച്ചതിന് ശേഷം കുറച്ച് വെള്ളം എടുത്ത് അടുപ്പത്ത് വെച്ച് നല്ലോണം ഒന്ന് തിളപ്പിക്കണം. തിളപ്പിച്ചിട്ട് ചെറിയ ചൂടോടുകൂടി വലിച്ചങ്ങ് കുടിച്ചാൽ ഈ ദഹനക്കേട് പമ്പ കടക്കും. ഓക്കെ, അതിൽ ബ്ലോഗ്സും രേണുസുതി, അപ്പം അതിനെ കുറിച്ച് കുറച്ച് പരാമർശങ്ങൾ രേണുസുതി ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് നമുക്ക് റിയാക്ട് ചെയ്യണം നോക്കി അതിനോട് റിയാക്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളുടെ നിജസ്ഥിതി. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് മോളി വീഡിയോ ഇട്ടത്. അതെങ്ങനെ രണ്ടുപേരും കൂടെ പറഞ്ഞ് ഓരോ സമയത്ത് ഇട്ടതാണ്. അതായത് ഡാനി സത്യനും നീയും കൂടെ തമ്മിൽ പറഞ്ഞിട്ട് ഓരോ സമയത്തിട്ട വീഡിയോ ആണോ? കാരണം കണ്ടന്റ് ഒന്നാണ്, അതിനകത്തുള്ള വാക്കുകളും പ്രവൃത്തിയും എല്ലാം ഒന്നാണ്. അതുകൊണ്ട് ചോദിച്ചതാണ്. അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി രണ്ടുപേരെയും കൂടെ ഒരു വണ്ടിയിൽ ഇങ്ങനെ കെട്ടിക്കൊണ്ടുപോയാൽ മതി. കാരണം രണ്ടുപേർക്കും കൂടെ ഉള്ള റിപ്ലൈ ആണിത്. രണ്ടായിട്ട് എടുത്തിട്ടുണ്ടാക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് നിനക്കും കൂടി ചേർത്താണ് ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ മോളൊരു കാര്യം ചെയ്യണം, ഈ വീഡിയോ ഫുള്ളൊന്ന് കാണണം. നിന്റെ ഈ ക്രിമിയടിക്കുള്ള മരുന്ന് ഫുള്ള് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മേടിച്ച് കഴിക്കുക. ഓക്കെ, നീ പെണ്ണെ, നീ പോയി വേറെ ഏതെങ്കിലും ബുക്ക് എടുത്ത് വെച്ച് പഠിക്കുക ഈ സമയം കൊണ്ട്. പിന്നെ നീ അതിനകത്ത് രേണുസുതിയെ പെണ്ണുമ്പിള്ള എന്ന് പറഞ്ഞുകൊണ്ട് സംബോധന ചെയ്ത് നിന്റെ വീട്ടിലുള്ള നിന്റെ അമ്മയെയും വേറെ ആരെങ്കിലും നീ ഇങ്ങനെ പെണ്ണുമ്പിള്ള എന്ന് തന്നെയാണോ വിളിക്കുന്നത്? നിന്നെ കണ്ടിട്ട് ഒരു കൊച്ചു പെണ്ണായിട്ട് എനിക്ക് തോന്നി. മാത്രമല്ല നീ ഈ രൂപവേ ഉള്ള ഇങ്ങനെ നീ ഒരു മുതുക്കിയാണെങ്കിൽ ദാറ്റ്സ് ഓൾ, നീ വിളിച്ചോ, നോ പ്രോബ്ലം. അതല്ലെങ്കിൽ നീ പോയി പഠിക്കടി പെണ്ണേ, ഭാവി കളയല്ലേ വെറുതെ. ചെല്ല്, പോ. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ, എനിക്ക് പേഴ്സണലായിട്ടൊരു കാര്യം പറയാനുള്ളത്, നാളെ ഈ പന്തം ഞാൻ അഴിച്ച് കളയാൻ പോവുകയാണ്. നാളെയാണ് ഇതിൻ്റെ സ്റ്റിച്ച് എടുപ്പ്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് വെച്ചിരുന്ന കയ്യിലൊരു പന്തം പൊതിച്ചോറ് എന്നൊക്കെ പറഞ്ഞ് തമ്പുരാനെ ചിരിച്ച് എനിക്ക് ഊപ്പാട് വന്നു. അപ്പോൾ നാളെ ഇതിൻ്റെ ഫിനിഷിങ് ഡേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. ഓക്കെ, കാരണം എന്ന് പറഞ്ഞാൽ പഴയ ഒന്നും കിട്ടുന്നില്ല. രേണുസുതി ബിഗ് ബോസിൽ നിന്ന് വന്നിറങ്ങി കഴിഞ്ഞാൽ പുതിയതൊന്നും ആർക്കും കിട്ടില്ല ഇനി. അത് ഞാൻ ഉറപ്പിച്ച് പറയുവാണ്, കിട്ടില്ല. പിന്നെ അതും ഇതൊക്കെ എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നുള്ളതല്ലാതെ പഴയതുപോലെ പോകുന്നിടത്ത് എല്ലാം കണ്ടന്റും കൊണ്ടല്ല ഇപ്പോൾ രേണു നടക്കുന്നത്. 2, ഈ ഇന്റർവ്യൂ എടുത്ത് വെച്ചവർ ഇത്രയും നാൾ ഹൈഡ് ചെയ്തിട്ട് വെച്ചിട്ട് ഇപ്പോൾ എടുത്ത് പുറന്തള്ളി എന്തിനാന്ന് വെച്ചാൽ റീച്ച് കിട്ടുമെന്ന് വിചാരിച്ച, പക്ഷെ അവിടെയും ചീറ്റിപ്പോയി. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് അടിച്ച് കയറി വാ. അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക് യു.